Okay, അപ്പോൾ good evening all. നമ്മൾ Q&A ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. സോ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് വെജിറ്റബിൾസ്. അപ്പോൾ നമുക്കറിയാം ഓളറിക്കൾച്ചറിന് എത്രയാണ് 10 മാർക്കാണ് നമുക്ക് വെയിറ്റേജ് വരുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് വെജിറ്റബിൾസ് എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്, POPയും അതുകൂടാണ്ടുള്ള മറ്റു കാര്യങ്ങളും. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ ഇതിനു മുന്നേ നമ്മുടെ Q&A ഡിസ്കഷനൊക്കെ പോലെ തന്നെ ക്വസ്റ്റ്യൻസ് വായിക്കുന്നു, നിങ്ങൾ ആൻസർ മൈക്ക് ഓൺ ചെയ്തിട്ട് പറയുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പം ചോദിക്കുക, നമുക്ക് അതിന്റെ ബാക്കി എന്തെങ്കിലും ആഡ് ഓൺ പോയിന്റ്സ് ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ അത് പറഞ്ഞ് അങ്ങനെ ഡിസ്കഷൻ ആയിട്ട് തന്നെ പോകാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വാട്ടർമെലൺ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ജഡ്ജിങ് ഇൻഡിക്കേഷൻ ഫോർ മെച്യൂരിറ്റി. അതായത് വാട്ടർമെലണിന്റെ മെച്യൂരിറ്റി ഇൻഡീസസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിയേ: ഡൾ സൗണ്ട് വെൻ ഫ്രൂട്ട് ഈസ് കം, മെറ്റാലിക് സൗണ്ട് വെൻ ഫ്രൂട്ട് ഈസ് കം, ഡേയ്സ് ആഫ്റ്റർ പോളിനേഷൻ ആൻഡ് നൺ ഓഫ് ദം. ഏതാണ് മെറ്റാലിക് സൗണ്ട് എന്ന് പറയുന്നത്? വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഡൾ സൗണ്ട് വെൻ ഫ്രൂട്ട് ഈസ് കം. ഡൾ സൗണ്ട് വെൻ ഫ്രൂട്ട് ഈസ് കം എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഈസ് ഡൾ സൗണ്ട് വെൻ ഫ്രൂട്ട് ഈസ് കം. അപ്പൊ അത് മാറിപ്പോയിരുന്നത് നമ്മൾ രണ്ടും ഓപ്ഷൻസിലുണ്ട്. അതായത് നമ്മൾ മെച്യൂർ ആവുന്ന ഫ്രൂട്ട് മെച്യൂർ ആവുന്നതനുസരിച്ച് ഇമ്മെച്യൂർ ഫ്രൂട്ടിലും ജസ്റ്റ് നമ്മൾ വിരൽ കൊണ്ട് തട്ടി നോക്കുമ്പോഴാണ് മെറ്റാലിക് സൗണ്ട് വരുന്നത്. അത് മെച്യൂർ ആയി തുടങ്ങുമ്പോഴത്തേക്കും ഈ സൗണ്ട് എന്താകും? ഒരു ഡൾ ഹോളോ സൗണ്ട് ആയിട്ട് മാറും. അതാണ് എന്തെന്ന് പറയുന്നത് മെച്യൂരിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. വാട്ടർമെലന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് മെച്യൂരിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ എന്തുകൂടി ഉണ്ട് വാട്ടർമെലനിൽ? നമ്മൾ അല്ലാതെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന തരത്തിൽ എന്താ ഉള്ളത്? ടെൻഡ്രിൽസ് വിതർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രൂട്ട് സർഫസ് ഗ്രൗണ്ടിനോട് യെല്ലോ കളർ ഡെവലപ്പ് ചെയ്യുന്നു. ഫ്രൂട്ട് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന പോർഷൻസ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെച്യൂരിറ്റി ഇൻഡിക്കേറ്റേഴ്സ് നോക്കുക. എപ്പോഴും ഏതൊരു ക്രോപ്പ് എടുക്കുമ്പോൾ അതിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോക്കി നോക്കുക. ഇപ്പൊ വാട്ടർമെലൺ എടുക്കുകയാണെങ്കിൽ ഡൾ ഹോളോ സൗണ്ട്, നമ്മൾ മസ്കുമെലൺ എടുക്കുകയാണെങ്കിൽ എന്താണ്? ഫുൾ സ്ലിപ്പ് സ്റ്റേജ്. അപ്പൊ അവിടെയും ഹാഫ് സ്ലിപ്പ് സ്റ്റേജ് എന്ന് നമുക്ക് കാണാം. അത് മാറിപ്പോയത് ഹാഫ് സ്ലിപ്പ് സ്റ്റേജിലല്ല മസ്കുമെലന്റെ മെച്യൂരിറ്റി, ഫുൾ സ്ലിപ്പ് സ്റ്റേജിൽ അല്ലെങ്കിൽ ഡെറ്റിങ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പൊ ഓരോന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതാണ്? ഇപ്പം നമ്മുടെ ടൊമാറ്റോ എടുക്കുകയാണെങ്കിൽ എന്തിന്റെ ബേസിലാണ്? കളറിന്റെ ബേസിലാണ് നമ്മൾ മെച്യൂരിറ്റി പറയുന്നത്. ഓക്കെ, അപ്പം അതിനനുസരിച്ച് ആറ് ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ടെന്നുള്ളതും ഓരോ സ്റ്റേജിലും എന്താണ് സ്ഥലം കൊടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡയേഷ്യസ് വെജിറ്റബിൾ? ഡയേഷ്യസ് വെജിറ്റബിൾ അല്ലാത്തത് ഏതാണ്? ആഷ് ഗോഡ്. എല്ലാവരും ആഷ് ഗോഡുമായിട്ട് മുന്നോട്ട് പോകുന്നത് നമുക്ക് നോക്കാം. യെസ്, ആൻസർ ആഷ് ഗോഡ് ആണ്. ഐവി ഗോഡ്, പോയിന്റഡ് ഗോഡ് ഒക്കെ ടിപ്പിക്കൽ ഡയേഷ്യസ് വെജിറ്റബിൾ ആണ് പഠിച്ചിരുന്നത്. അസ്പെരാഗസും എന്താണ്? അസ്പെരാഗസും ഡയേഷ്യസ് വെജിറ്റബിൾ ആണ്. അസ്പെരാഗസിന്റെ എഡിബിൾ പോർഷൻ എന്താണ്? എക്കണോമിക് പാർട്ടിൽ നമ്മൾ പറയുന്ന പേരെന്താ? അസ്പെരാഗസിന്റെ എക്കണോമിക് പാർട്ടിന് നമ്മൾ പറയുന്ന പേര് സ്പിയർ എന്ന് പറയുന്നത്. അതിന്റെ അറ്റൻഡർ സ്റ്റുഡൻറ് സ്പിയേഴ്സ് എന്നാണ് പറയുന്നത്. സ്പിയർ എന്ന് പറയുന്നത് ഓർത്തിരിക്കുക. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് വരുന്നുണ്ടെങ്കിൽ നമുക്കത് ആഡ് ഓൺ ചെയ്ത് തന്നെ പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ജനറലി സീഡ്ലെസ് വാട്ടർമെലൺ ഈസ്. സീഡ്ലെസ് വാട്ടർമെലന്റെ പ്ലോയിഡി ലെവൽ ഏതാണ്? ഡിപ്ലോയിഡ് ആണോ, ട്രിപ്ലോയിഡ് ആണോ, ടെട്രാപ്ലോയിഡ് ആണോ, ഹെക്സാപ്ലോയിഡ് ആണോ? ഏതാണ്? ഡിപ്ലോയിഡ് എന്നാണോ പറഞ്ഞത്? ട്രിപ്ലോയിഡ്. ഓപ്ഷൻ ബി ട്രിപ്ലോയിഡ് പറയുന്നുണ്ട്. എല്ലാവരും അത് തന്നെയാണോ പറയുന്നത്? നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഇസ് ട്രിപ്ലോയിഡ്. സീഡ്ലെസ് വാട്ടർമെലൺ എന്ന് പറയുന്നതിന്റെ പ്ലോയിഡി ലെവൽ ട്രിപ്ലോയിഡ് ആണ്. അതായത് ടെട്രാപ്ലോയിഡ് മെലൺ, ടെട്രാപ്ലോയിഡ് ഇൻറ്റു ഡിപ്ലോയിഡ് വരുന്നതിനാണ് ട്രിപ്ലോയിഡ്. അപ്പൊ ആ ട്രിപ്ലോയിഡ് ആണ് നമ്മുടെ സീഡ്ലെസ് വാട്ടർമെലൺ എന്ന് പറയുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കുക. അതായത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ലൈനിൽ നമ്മൾ കോൾകിസിൻ ട്രീറ്റ്മെന്റ് വഴി ടെട്രാപ്ലോയിഡ് ഡെവലപ്പ് ചെയ്യുന്നു. അതിനെ നമ്മൾ ഡിപ്ലോയിഡ് ആയിട്ട് ക്രോസ് ചെയ്തിട്ട് ട്രിപ്ലോയിഡ് സീഡ്ലെസ് വാട്ടർമെലൺ ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പം എന്താണ് സീഡ്ലെസ് വാട്ടർമെലന്റെ പ്ലോയിഡി ലെവൽ എന്ന് പറയുന്നത്? ട്രിപ്ലോയിഡ് ആണ്. ഓക്കെ, അടുത്തത് എഡിബിൾ പാർട്ട് ഓഫ് ക്യാബേജ്. ക്യാബേജിന്റെ എഡിബിൾ പാർട്ട് ഏതാണ്? ഹെഡ്. യെസ്, ഹെഡ് ആണ് ക്യാബേജിന്റെ എഡിബിൾ പാർട്ട്. ഈ തേർഡ് എന്തിന്റെ എഡിബിൾ പാർട്ടാണ്? അപ്പം നമ്മള് ബേസ്ഡ് ഓൺ ദ എഡിബിൾ പാർട്ട് നമ്മുടെ വെജിറ്റബിൾസിന്റെ ക്ലാസിഫിക്കേഷൻ വെജിറ്റബിൾസിന്റെ നമ്മൾ ബൊട്ടാണിക്കൽ ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ എഡിബിൾ പാർട്ട് അല്ലെങ്കിൽ എക്കണോമിക് പാർട്ട് അനുസരിച്ച് ക്ലാസിഫിക്കേഷൻ പഠിച്ചു. അത് നോക്കി വെക്കുക, കാരണം അതിന്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനി ഓപ്ഷൻ സിയിൽ കൊടുത്തിരിക്കുന്ന സിലിക്ക എന്ന് പറയുന്നത് എന്താ? സിലിക്ക എന്താണ്?
ക്യാബേജിന്റെ പോഡ് അത് ഫ്ലവർ ഡെവലപ്പ് ചെയ്ത് ഇൻഫ്ലോറസൻസ് ഫ്ലവർ അതിന്റെ പോഡായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് സിലിക്ക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് മാറിപ്പോരുത്, അത് ഓർത്തിരിക്കുക. സിലിക്ക നമ്മൾ സീഡ് പ്രൊഡക്ഷൻ പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഈസ് ഫസ്റ്റ് ട്രോപ്പിക്കൽ വെറൈറ്റി ഓഫ് ക്യാബേജ് ഇൻ ഇന്ത്യ. ഏതാണ്? ക്യാബേജ് പൂസ അഗത്തി എന്ന് പറയും. പൂസ അഗത്തി പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. യെസ്, പൂസ അഗേത്തിയാണ്, അത് ഓർത്ത് വെക്കുക. പൂസ അഗേത്തിയാണ് ഫസ്റ്റ് ട്രോപ്പിക്കൽ വെറൈറ്റി ഓഫ് ക്യാബേജ്. ഇതുപോലെ തന്നെ നമ്മൾ ക്യാരറ്റിൻ്റെതും POP കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു F1 ഹൈബ്രിഡ് കൊടുത്തിട്ടുണ്ട്. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ക്യാരറ്റിന്റെ കേസിൽ അങ്ങനെ ഒരെണ്ണം POP നമുക്ക് പറയുന്നുണ്ട്. ട്രോപ്പിക്കൽ പ്ലെയിൻസ് ഓഫ് കേരള ട്രോപ്പിക്കൽ പ്ലെയിൻസ് ഓഫ് കേരളയിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കമേഴ്ഷ്യൽ കൾട്ടിവേഷൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു F1 ഹൈബ്രിഡ് ക്യാരറ്റിന് POP നമുക്ക് പറയുന്നുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? യെസ്, പൂസ നയൻജ്യോതി ക്യാരറ്റിന്റെ F1 ഹൈബ്രിഡ് ആണ് കേട്ടോ. അപ്പൊ അത് ഓർത്തിരിക്കുക. അപ്പൊ ഇത് ഫസ്റ്റ് ട്രോപ്പിക്കൽ വെറൈറ്റി ഓഫ് ക്യാബേജ് ഇൻ ഇന്ത്യ, ദാറ്റ് ഈസ് പൂസ അഗേത്തി. അടുത്തത് ഡാഷ് ഈസ് ബൊട്ടാണിക്കലി നോൺ ആസ് ബ്രാസിക്ക ഒളറേസിയ വെറൈറ്റി അസഫല. ഏതാണ്? സ്കെയിൽ എന്ന് പറയുന്നത്. സ്കെയിൽ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. യെസ്, ആൻസർ സ്കെയിൽ ആണ്. ഇനി ബാക്കിയുള്ളതിന്റെ സയന്റിഫിക് നെയിം എന്താ? ക്യാബേജിന്റെത് ക്യാപിറ്റേറ്റ. ലീക്കോ? എന്ത് പോറം? അലിയം പോറം. സ്പ്രൗട്ടിംഗ് ബ്രൊക്കോളിയോ? ജെന്നിഫെറയാണോ? സ്പ്രൗട്ടിംഗ് ബ്രൊക്കോളി നമ്മുടെ ബ്രസിക്കേസി ഫാമിലിയിൽ കുറേ ഇറ്റാലിക് വെറൈറ്റി ഇറ്റാലിക് കുറെ അധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ബ്രസിൽ സ്പ്രൗട്ട് ഉണ്ട്, അതുപോലെ തന്നെ സ്പ്രൗട്ടിംഗ് ബ്രൊക്കോളി ഉണ്ട്, ക്യാബേജ് ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, കെയിൽ ഉണ്ട്, നോൾകോൾ ഉണ്ട്. അപ്പൊ അത്തരത്തിൽ കുറെ കോൾ ക്രോപ്സിൽ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ സയന്റിഫിക് നെയിം മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അത് മാറിപ്പോയത് ഏറ്റവും കുറഞ്ഞ നമുക്ക് POP ക്യാബേജും കോളിഫ്ലവറും പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും പഠിക്കാം. ബാക്കിയുള്ളതൊക്കെ നോക്കാം. ഓക്കെ, അടുത്തത് സോറി, എന്റെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തില്ല. മെത്തേഡ് ടു പ്രൊട്ടക്ട് കേർഡ് ഫ്രം അറ്റൈനിങ് യെല്ലോ കളർ ആഫ്റ്റർ ദെയർ ഡയറക്റ്റ് എക്സ്പോഷർ ടു സൺ ടു അറസ്റ്റ് എൻസൈമാറ്റിക് ആക്ടിവിറ്റി. ആ പറയുന്ന പ്രോസസ്സിന് നമ്മൾ എന്താ പറയുന്നത്? ആൻസർ നിങ്ങൾ മുന്നിൽ തന്നെ ഉണ്ടല്ലോ, പറഞ്ഞോ. എന്താ നമ്മൾ അങ്ങനെ പറയുന്നത്? ബ്ലാഞ്ചിങ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ അതിന്റെ തന്നെ ലീവ്സ് ഉപയോഗിച്ചിട്ട്, കോളിഫ്ലവറിന്റെ ലീവ്സ് ഉപയോഗിച്ച് നമ്മൾ അതിനെ കവർ ചെയ്ത് വെക്കും. എന്തിനേലൂടെ കവർ ചെയ്യുന്നു? ഓവറായിട്ട് സൺ എക്സ്പോഷർ വരുമ്പോൾ അത് യെല്ലോയിങ് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ബ്ലാഞ്ചിങ് എന്ന് പറയുന്നത്. സ്കൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സീഡ് പ്രൊഡക്ഷൻ റിലേറ്റ് പറയുന്ന പോർഷൻസിൽ നമ്മൾ സ്കൂപ്പ് ഔട്ട് ചെയ്ത് കളയുന്നത് പറയുന്നതാണ്. ബാക്കി കേർഡിങ് നോർമൽ കേർഡ് ഡെവലപ്മെന്റ് പറയുന്ന പേരാണ്. അപ്പൊ അത് ഓർത്തിരിക്കുക. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിരുന്നു. സ്കൂപ്പ് ചെയ്ത് കളയുന്നത്, അതായത് കേർഡിന്റെ ആ ടെർമിനൽ പോർഷൻസ് നമ്മളിങ്ങനെ സ്കൂപ്പ് ഔട്ട് ചെയ്ത് കളയുന്നത്, അതായത് അതിന് ഇൻഫ്ലോറസൻസ് എമേർജ് ചെയ്ത് വരുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ സ്കൂപ്പ് ഔട്ട്. നമ്മൾ യൂഷ്വലി നമ്മൾ സ്കൂപ്പ് ചെയ്ത് കളയാന്ന് പറയുന്നത്. അതുപോലെ ഒരു പ്രോസസ്സിനാണ് നമ്മൾ സ്കൂപ്പിംഗ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു പ്രോസസ് അല്ല. ഞാനത് ഓപ്ഷൻസിൽ കൊടുത്തു എന്ന് തോന്നുന്നു. ഓക്കെ, മനസ്സിലായോ? ഓക്കെ. അടുത്തത് all the coal crops have originated from which of the following ancestor? അതായത് കോൾ ക്രോപ്സിന്റെ ആൻസെസ്റ്റർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? സിൽവെസ്ട്രിസ്, ദാറ്റ് ഈസ് ബ്രാസിക്ക ഒളറേസിയ വെറൈറ്റി സിൽവെസ്ട്രിസ് ആണ് കോൾ ക്രോപ്സിന്റെ ആൻസെസ്റ്റർ. അത് ഓർത്തിരിക്കുക. ബാക്കിയുള്ളതൊക്കെ ഒന്ന് നോക്കിയേ. ബ്രാസിക്ക ഒളറേസിയ വെറൈറ്റി ക്യാപിറ്റേറ്റ് ഏതായിരുന്നു? ക്യാബേജ്. ബ്രാസിക്ക ഒളറേസിയ വെറൈറ്റി ജെന്നിഫെറ. ബ്രാസിക്ക ഒളറേസിയ വെറൈറ്റി ബ്രസിൽ സ്പ്രൗട്ട്, അല്ലെങ്കിൽ നമ്മൾ മിനിയേച്ചർ ക്യാബേജ് എന്ന് പറയും. ചെറിയ ചെറിയ മിനിയേച്ചർ ക്യാബേജ് ഹെഡ്സ് ആണ് അതിന്റെ എക്കണോമിക് പാർട്ട് എന്ന് പറയുന്നത്. ബ്രാസിക്ക ഒളറേസിയ വെറൈറ്റി സിൽവെസ്ട്രിസ് ആൻസെസ്റ്റർ ആയിട്ടുള്ളത്. അടുത്തത് ഓപ്ഷൻ ഡി എന്താണ്? ബ്രാസിക്ക ഒളറേസിയ വെറൈറ്റി റോഡ്രിഗസ്, ദാറ്റ് ഈസ് കോളിഫ്ലവർ. ഓക്കെ, കോളിഫ്ലവർ. അപ്പൊ എല്ലാത്തിന്റെ സയന്റിഫിക് നെയിം ഓർത്തിരിക്കുക. അടുത്തതായിട്ട് ബ്രൗണിംഗ് ഓഫ് കേർഡ് ഇൻ കോളിഫ്ലവർ ഒക്കേഴ്സ് ഡ്യൂ ടു ദി ഡെഫിഷ്യൻസി. എന്തിന്റെ ഡെഫിഷ്യൻസി?
boron deficiency. ബോറോൺ ഡെഫിഷ്യൻസി. നമുക്ക് നോക്കാം. ആൻസർ ഇസ് ബോറോൺ ഡെഫിഷ്യൻസി. അപ്പൊ നമുക്ക് ഒരുപാട് ക്രോപ്സിൽ ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സ്, ഇത് നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഇത്തരത്തില് വിത്തിയില് അല്ലെങ്കിൽ ബ്ലോസം ആൻഡ് റൂട്ട് ഇത്തരത്തിലുള്ള കുറച്ച് ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സ് സ്ഥിരം പല എക്സാമുകൾക്കും ഇങ്ങനെ മാറി തിരിഞ്ഞ് ചോദിക്കുന്നതാണ്. അപ്പം ക്രോപ്സില് വെജിറ്റബിൾ ക്രോപ്സിലെ ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സ് മെയിൻലി അതുള്ളത് ടൊമാറ്റോയിലുണ്ട്, കോളിഫ്ലവറിലുണ്ട്, ക്യാരറ്റിലുണ്ട്. ക്യാരറ്റിൽ ഏതൊക്കെയായിരുന്നു ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സ്? ക്യാരറ്റിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ക്യാരറ്റിൽ ആകെ നമ്മൾ 3 ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സ് ആണ് ക്യാരറ്റിൽ പഠിച്ചത്. ഏതൊക്കെയായിരുന്നു അത്? ഏതോ ക്രാക്കിംഗ്, ഫ്രൂട്ട് സ്പ്ലിറ്റിംഗ് ഉണ്ടാവുന്നത്. അത് എന്തിന്റെ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു? ബോറോൺ ഡെഫിഷ്യൻസി, ബോറോണിന്റെ ഡെഫിഷ്യൻസി ഉണ്ടോ? ഇനി കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി സ്പിറ്റിംഗ്, ഫിറ്റിംഗ് ദാറ്റ് ഇസ് ഫോർക്കിംഗ് ഉണ്ടാവുന്നത്. ഹാർഡ് സോയിൽ പാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഹാർഡ് സോയിൽ പാൻ വരുമ്പം എന്ത് വരുന്നത്? ഫോർക്കിംഗ് സംഭവിക്കുന്ന റൂട്ടിന്. പിന്നെ അതുപോലെ തന്നെ കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന എന്തായിരുന്നു? ക്യാവിറ്റി സ്പോട്ട്. നമ്മൾ ക്യാരറ്റ് എടുക്കുമ്പോൾ ഇങ്ങനെ അതിന്റെ സർഫസിൽ ഒരു ചെറിയ ഡിസ്കളറേഷൻ പോലെ സ്പോട്ട് പോലെ കാണും. ക്യാവിറ്റി സ്പോട്ട്. അത് എന്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ്? കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ്. അപ്പം പൊതുവെ കാൽസ്യം ബോറോണിന്റെയൊക്കെ ഡെഫിഷ്യൻസി ആയിരിക്കും ഇത്തരത്തിലുള്ള ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സ് മിക്ക വെജിറ്റബിൾസിലുള്ളത്. അപ്പൊ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ആയിട്ട് പഠിക്കാനുണ്ട്. ബ്ലോസം ആൻഡ് റൂട്ട് ഉണ്ട്, കാറ്റ് ഫേസ് ഉണ്ട്, അതുപോലെ തന്നെ ഗോട്ട് ഫ്ലേക്സ് ഉണ്ട്. ഇതൊക്കെ എവിടെയാണ്? ടൊമാറ്റോയിലുള്ള ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സ് ആണ്. അപ്പം ഇത് എല്ലാത്തിനെയും നോക്കി വെക്കുക. അടുത്തത് റെക്കമെൻഡഡ് ഡെയിലി അലോവൻസ് ഫോർ വെജിറ്റബിൾസ് ബൈ ICM ഫോർ അഡൽട്ട്. എത്രയാണ് പ്രായപൂർത്തിയായിട്ടുള്ള ഒരു അഡൽട്ടിന് വേണ്ട ICMRന്റെ റെക്കമെൻഡേഷൻ? എത്രയാണ്? 300 grams. 300 gram എന്ന് പറഞ്ഞു. അതിന്റെ സ്പ്ലിറ്റ് എത്രയൊക്കെയാണ്? സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ വെജിറ്റബിൾസ് എത്രയൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് അറിയാമോ? 300 gram ആണ് നമ്മൾ പ്രായപൂർത്തിയായിട്ടുള്ള ഒരു മനുഷ്യൻ കഴിക്കേണ്ടത്, ഒരു ദിവസം കഴിക്കേണ്ടത്. അതിന് എങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് 125 gram leafy, 125 gram leafy, 100 gram root, 100 gram, 75 gram 75 gram other vegetables. ഈ ഒരു സ്പ്ലിറ്റ് സ്പ്ലിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ലീഫി വെജിറ്റബിൾസ് 125 gram, 100 gram റൂട്ട് വെജിറ്റബിൾസ്, 75 gram അതർ വെജിറ്റബിൾസ്. അങ്ങനെ ടോട്ടൽ നമ്മൾ 300 gram ആണ് അതായത് റെക്കമെൻഡഡ് ഡെയിലി അലവൻസ് ഫോർ വെജിറ്റബിൾസ് പറയുന്നത്. ഓക്കെ, ഇതൊരു വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഇത് അറിഞ്ഞിരിക്കുക. അടുത്തതായിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഷോർട്ട് ഡേ വെജിറ്റബിൾ. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും പല എക്സാമുകൾക്കും ചോദിച്ചാൽ ഇത് ബേസ്ഡ് ഫോട്ടോ പീരീഡിനനുസരിച്ച് നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. അത് ഏതൊക്കെയായിരുന്നു? ഷോർട്ട് ഡേ, Long day, day neutral. ഡേ ന്യൂട്രൽ. അപ്പൊ ഈ ഒരു ക്ലാസിഫിക്കേഷൻ അറിഞ്ഞിരിക്കുക. ഓരോന്നിനും വരുന്ന എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കുക. കാരണം ഇത് നമുക്ക് മാറിപ്പോകാൻ സാധ്യതയുള്ളതാണ്. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിൽ വരുമ്പോൾ ഓപ്ഷൻ കാണുമ്പോൾ എപ്പോഴും കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളതാണ്. സോ അതുകൊണ്ടൊക്കെ ഇത് പ്രത്യേകിച്ച് നോട്ട് ഡൗൺ ചെയ്യുക. പല എക്സാമ്പിൾക്കും ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ ആൻസർ ഏതാണ്? ഇതിനകത്ത് ഏതാണ് ഷോർട്ട് ഡേ വെജിറ്റബിൾ? Cluster bean. ക്ലസ്റ്റർ ബീൻ എന്ന് പറയുന്നത്. ക്ലസ്റ്റർ ബീൻ നമുക്ക് നോക്കാം. യെസ്, ക്ലസ്റ്റർ ബീൻ, ഡൊളിക്കോസ് ബീൻ, വിങ്ഡ് ബീൻ എന്നൊക്കെ പറയുന്നത് ഏത് കാറ്റഗറിയിൽ വരുന്നത്? ഷോർട്ട് ഡേ വെജിറ്റബിൾസിൽ വരുന്നതാണ്. ഇതിനകത്തുള്ള ഡേ ന്യൂട്രൽ വെജിറ്റബിൾ ആണ് ഏതാണ്? ബാക്കി ഓപ്ഷൻസിൽ ടൊമാറ്റോ, യെസ്, ടൊമാറ്റോ ഒരു ടിപ്പിക്കൽ ഡേ ന്യൂട്രൽ വെജിറ്റബിൾ ആണ്. ക്യാരറ്റ്, ക്യാബേജ് എന്നൊക്കെ പറയുന്നത് Long day. ലോങ് ഡേ വെജിറ്റബിൾസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ക്ലാസിഫിക്കേഷനും എക്സാമ്പിൾസും അറിഞ്ഞിരിക്കുക. അടുത്തതായിട്ട് ഇത് KAU റെക്കമെൻഡഡ് സ്പേസിംഗ് ആൻഡ് സീഡ് റേറ്റ് ഫോർ സാലഡ് കുക്കിംഗ്. സ്ഥിരം നമുക്ക് മിക്ക എക്സാമുകൾക്കും എന്താണ് സീഡ് റേറ്റ് സ്പേസിംഗ് ചോദിക്കും. നമുക്ക് ഇത്തവണത്തെ നമ്മുടെ അസിസ്റ്റന്റ് എക്സാമിനും കുക്കുംബറിന്റെ ഒക്കെ സ്പേസിംഗ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ടൊമാറ്റോയുടെ സീഡ് റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണോ പറഞ്ഞത്? വേറെ ഓപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ആൻസർ നോക്കാം. യെസ്, ഓപ്ഷൻ ബി. അതായത് 2/1.5 മീറ്റർ സ്പേസിംഗും അതുപോലെ തന്നെ സീഡ് റേറ്റ് 0.5 to 0.75 കിലോഗ്രാം പെർ ഹെക്ടർ. അപ്പൊ ഇത്രയാണ് സീഡ് റേറ്റ് സ്പേസിംഗ്. അപ്പൊ നമ്മൾ 1-2 ക്വസ്റ്റ്യൻസിലെ നമ്മൾ ഇന്നത്തെ Q&A ഡിസ്കഷനിൽ സീഡ് റേറ്റ് സ്പേസിംഗ് ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഓരോന്നിന്റെ എങ്ങനെ എടുത്തെടുത്ത് ക്വസ്റ്റ്യൻസ് ആക്കിയാൽ ബോറിംഗ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാം ടേബിൾ ഫോർമാറ്റിൽ പഠിച്ചു വെക്കുക കേട്ടോ. ഒരേപോലുള്ള സീഡ് റേറ്റും ഒക്കെ വരുന്നതല്ല, അങ്ങനെ നോട്ട് ഡൗൺ ചെയ്ത് പഠിച്ചു വെക്കുക. പൊതുവെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ടൊമാറ്റോ ഒക്കെ തന്നെ ചോദിക്കാറ്. ടൊമാറ്റോയോ അല്ലെങ്കിൽ കുക്കുംബർ വെജിറ്റബിൾസ് ഒക്കെ ആയിരിക്കും മോസ്റ്റ്ലി ചോദിക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് സോളനേഷ്യസിന്റെയും ഈ പറഞ്ഞ കുക്കുർ ബിഗ്സിന്റെയും
ഒക്കെ എന്തായാലും നല്ല രീതിയിൽ നോക്കുക. മോസ്റ്റ്ലി എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് അതൊക്കെ തന്നെ എപ്പോഴും ചോദിക്കാറുള്ളത്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് വെറൈറ്റീസ് ഓഫ് ടൊമാറ്റോ ആർ റെസിസ്റ്റന്റ് ടു ബാക്ടീരിയൽ വിൽറ്റ്? ഏതാണ്? ശക്തി. ശക്തി പറയുന്നത് ബാക്ടീരിയൽ വിൽറ്റിന് റെസിസ്റ്റന്റ് ആണ്. ശക്തി മാത്രമേ ഉള്ളൂ? ശക്തി മാത്രമേ ബാക്ടീരിയൽ വിൽറ്റിന് റെസിസ്റ്റന്റ് ആയിട്ടുള്ളൂ? ആരും എല്ലാവരും പോയോ? ബോത്ത് എ ആൻഡ് സി പറയുന്നുണ്ട് ഒരാള്. നമുക്ക് നോക്കാം ആൻസർ. ആൻസർ ഇസ് ആക്ച്വലി ബോത്ത് എ ആൻഡ് സി. ഇത് ഏതൊക്കെയാണ്? ശക്തി, നമ്മൾ ടൊമാറ്റോയുടെ വെറൈറ്റീസ് പറയുന്നത് ശക്തി, മുക്തി, അനഘ, വെള്ളായണി വിജയ്, മനുപ്രഭ, മനുലക്ഷ്മി, അക്ഷയ. ഇതെല്ലാ വെറൈറ്റീസും ബാക്ടീരിയൽ വിൽറ്റിന് റെസിസ്റ്റന്റ് ആണ്. അപ്പം ആ വെറൈറ്റീസ് ഏതൊക്കെയെന്ന് അറിഞ്ഞിരിക്കുക. ഈ ബാക്ടീരിയൽ വിൽറ്റ് റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് പല എക്സാമുകൾക്കും ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ലാസ്റ്റ് നോക്കുന്ന സമയത്ത് കാണാൻ നോക്കുന്നത്. അപ്പം ശക്തിയും വെള്ളായണിയും വിജയും, അതായത് ബോത്ത് എ ആൻഡ് സി രണ്ടും ബാക്ടീരിയൽ വിൽറ്റിന് റെസിസ്റ്റന്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ആണ്. അനുഗ്രഹ എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പിന്റെ വെറൈറ്റി ആയിരുന്നു? അനുഗ്രഹ ചില്ലി. എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അനുഗ്രഹയ്ക്ക്? ബാക്ടീരിയൽ വിൽറ്റ് റെസിസ്റ്റന്റ് വെറൈറ്റീസ് ആണ്. അപ്പം സൊളനേഷ്യസ് വെജിറ്റബിൾസിനെ പ്രധാനമായിട്ടും സാരമായിട്ടും ബാധിക്കുന്ന ഒരു അസുഖമാണ് ബാക്ടീരിയൽ വിൽറ്റ്. അപ്പം ബ്രിഞ്ചാള്, ചില്ലി, ടൊമാറ്റോ, ഇത് മൂന്നാണല്ലോ സൊളനേഷ്യസ്. അപ്പൊ ഇതിനകത്ത് മൂന്നിനകത്തും ബാക്ടീരിയൽ വിൽറ്റിന് റെസിസ്റ്റന്റ് വെറൈറ്റീസ് KU-ൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് പല തവണകളിൽ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ളതാണ്. അപ്പൊ അതുള്ളത് മസ്റ്റ് ആയിട്ട് നോക്കി വെക്കുക. ഓക്കെ. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സീഡ്ലെസ് വെറൈറ്റീസ് ഓഫ് വാട്ടർമെലൺ റിലീസ് ഫ്രം കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി? ഏതൊക്കെയാണ്? A and B. Both A and B. ബോത്ത് എ ആൻഡ് ബി. ഷോണിമ ആൻഡ് സ്വർണ. യെസ്, ഷോണിമയും സ്വർണയുമാണ് സീഡ്ലെസ് വാട്ടർമെലൺസ് റിലീസ് ചെയ്തിട്ടുള്ളത്. കളർ ഏതാണ്? ഷോണിമയുടെ കളർ റെഡ് ആയിട്ടുള്ളത്, സ്വർണ യെല്ലോ ഫ്ലഷ് ഗോൾഡൻ കളർ. ഈ KRS1 എന്തിന്റെ വെറൈറ്റി ആയിരുന്നു? റിഡ്ജ് ഗോൾഡിലെ ഫസ്റ്റ് F1 ഹൈബ്രിഡ് ആണ് KRS1 എന്ന് പറഞ്ഞ റീസെന്റ് റിലീസ് വരുന്ന വെറൈറ്റി ആണ്. അത് ഓർത്ത് വെക്കാം. ഇതാണ് സ്വർണയും ഷോണിമയും. നെക്സ്റ്റ്, at which stage of maturity tomato fruits are harvested for processing and seed extraction? റെഡ് റൈപ്പ് സ്റ്റേജ് എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ ടൊമാറ്റോയുടെ മെച്യൂരിറ്റി ഇൻഡീസസ് 6 സ്റ്റേജുകളിലായിട്ടാണ് പറയുന്നത്. ഏതൊക്കെയായിരുന്നു ആ സ്റ്റേജ്? ഗ്രീൻ സ്റ്റേജ്, ഇമ്മച്വർ ഗ്രീൻ സ്റ്റേജ്, അത് കഴിഞ്ഞിട്ട് ടേണിംഗ് സ്റ്റേജ്, പിന്നെ സ്റ്റേജ്, ലൈറ്റ് റെഡ് സ്റ്റേജ് ആൻഡ് ഫൈനലി റെഡ് സ്റ്റേജ്. അപ്പൊ ഇത് ഓരോ സ്റ്റേജിലും ഫ്രൂട്ടിന്റെ സർഫസിൽ വരുന്ന കളർ ഡിസ്കളറേഷൻ, കളറിന്റെ മാറ്റം വരുന്നത്, അതുപോലെ തന്നെ നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടിനാണോ അല്ലെങ്കിൽ ലോക്കൽ മാർക്കറ്റ്സിലേക്കാണോ കൊടുക്കാൻ പാകമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ സീഡ് പ്രോസസിങ്, അതായത് സീഡ് എക്സ്ട്രാക്ഷനും അതുപോലെ തന്നെ പ്രോസസിങ് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കുന്നത്. നല്ല പഴുത്തിട്ട് നല്ല ഫ്ലഷ് ഒക്കെ നല്ല സോഫ്റ്റ് ആവുന്ന ടൈമായിരിക്കും. ദാറ്റ് ഈസ് റെഡ് റൈപ്പ് സ്റ്റേജ്. ഓക്കെ, അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, ദ റെക്കമെൻഡഡ് ഫെർട്ടിലൈസർ ഡോസ് ഫോർ കുക്കുർബിറ്റീഷ്യസ് വെജിറ്റബിൾസ് അണ്ടർ കേരള കണ്ടീഷൻസ്. നമ്മൾ നേരത്തെ സീഡ് റേറ്റ് സ്പേസിംഗ് ഒക്കെ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു വില്ലനാണ് ഈ പറയുന്ന NPK റെക്കമെൻഡേഷൻ. അതും ക്വസ്റ്റ്യൻസിൽ അത് വെജിറ്റബിൾസ് മാത്രമല്ല മറ്റു പല ഹോർട്ടിക്കൾച്ചറൽ ക്രോപ്സിന്റെയും ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുണ്ട്. ഏതാണ്? ഓപ്ഷൻ ബി പറയുന്നുണ്ട്. ഓപ്ഷൻ ബി ആണോ? വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഒരാൾ ഓപ്ഷൻ ബി പറഞ്ഞു. ഓപ്ഷൻ എ പറഞ്ഞു. വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഇസ് ഓപ്ഷൻ ബി. അതായത് എല്ലാ കുക്കുർബിറ്റീഷ്യസ് വെജിറ്റബിൾസിനും ഒരൊറ്റ റെക്കമെൻഡേഷനേ ഉള്ളൂ, 70, 25, 25 kg per hectare. ബാക്കി 3 ഓപ്ഷൻസും 3 സെറ്റ് വെജിറ്റബിൾസിന്റെ NPK റെക്കമെൻഡേഷൻ. ഏതാണ്? ഓപ്ഷൻ ബിയിൽ കൊടുത്തിരിക്കുന്ന ആരുടെ റെക്കമെൻഡേഷനാ? സൊളനേഷ്യസ് ക്രോപ്സ്. അതായത് എല്ലാ ഗ്രീനിക്കും സ്പെസിഫിക് ആയിട്ട് ഇപ്പൊ ഇതിന് പകരം ബിറ്റർ ബോർഡിന്റെ ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? 70, 25, 25 എന്നാണ്. അതായത് സൂപ്പർ ബിറ്റ്സിലെല്ലാം കോമൺ ആയിട്ട് 70, 25, 25 ആണ്. അതുപോലെ തന്നെ സൊളനേഷ്യസ് വെജിറ്റബിൾസിനാണ് 75, 40, 25, 75, 40, 25. ഇത് രണ്ടും നിങ്ങൾ മാറിപ്പോകും കേട്ടോ. ഈ 70, 25, 25, 75, 40, 25. ഇനി 100, 50, 50 അത് ഏതിന്റെയാണെന്ന് അറിയാമോ?
അമരാന്തസ്, യെസ്, റൈറ്റ് ആൻസർ. അമരാന്തസിന്റെ ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ ആണ്. ഓപ്ഷൻ ഡിയിൽ കൊടുത്തിരിക്കുന്ന 110, 35, 70 അതെന്തിന്റെ ആയിരുന്നു? Okra. ഒക്ര. ഓക്കെ ഓക്കെ, കറക്റ്റ്. അപ്പൊ എല്ലാത്തിന്റെ ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ അറിയാം. അപ്പം ഓൾമോസ്റ്റ് ഇപ്പൊ ഒക്ര, അമരാന്തസ് ആയി, സൊളനേഷ്യസ് ആയി, അതുപോലെ തന്നെ കുക്കുർബിറ്റീഷ്യസ് ആയി. നമ്മുടെ മേജർ വെജിറ്റബിൾസിന്റെ എല്ലാം ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഇസ് ദ പഞ്ചൻ പ്രിൻസിപ്പിൾ പ്രസന്റ് ഇൻ സീ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? Capsaicin. Capsaicin. ക്യാപ്സൈസിൻ. യെസ്, ആൻസർ ഇസ് ക്യാപ്സൈസിൻ. ക്യാപ്സൈസിനും ക്യാപ്സാന്തിനും തമ്മിൽ മാറിപ്പോരുത്. ക്യാപ്സാന്തിൻ എന്താണ്? Color. കളറിംഗ് പിഗ്മെന്റ് ആണ് ക്യാപ്സാന്തിൻ. അപ്പം ക്യാപ്സാന്തിനും ക്യാപ്സൈസിനും തമ്മിൽ മാറിപ്പോരുത്. ക്യാപ്സാന്തിൻ കളറിംഗ് പിഗ്മെന്റും ക്യാപ്സൈസിൻ എന്താണ്? പഞ്ചൻ പ്രിൻസിപ്പിളും ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സൊളാനം സ്പീഷീസ് യൂസ്ഡ് ആസ് റെസിസ്റ്റന്റ് റൂട്ട് സ്റ്റോക്ക് ഫോർ ഗ്രാഫ്റ്റിംഗ് അഗെയിൻസ്റ്റ് ഫിസേറിയം വിൽറ്റ് ആൻഡ് ബാക്ടീരിയൽ വിൽറ്റ്? ഇതിനെ കൊടുത്തിരിക്കുന്ന ഏത് സ്പീഷീസ് ആണ് നമ്മൾ റെസിസ്റ്റന്റ് റൂട്ട് സ്റ്റോക്ക് ആയിട്ട് എടുക്കുന്നത് ഗ്രാഫ്റ്റിംഗ് പർപ്പസിന്? Solanum torvum. Torvum. ടോർവം എന്ന് പറയുന്നത്. നമുക്ക് ആൻസർ നോക്കാം. യെസ്, സൊളാനം ടോറം. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇമ്പോർട്ടന്റ് ഉള്ള ഒരു സൊളാനം സ്പീഷീസ് ആണ്. നമ്മുടെ കൾട്ടിവേറ്റഡ് ബ്രിഞ്ചോൾ ഏത് സ്പീഷീസിലാണ് വരുന്നത്? സൊളാനം. ബ്രിഞ്ചോളിന്റെ സയന്റിഫിക് നെയിം എന്താ? Solanum melongene. യെസ്, സൊളാനം മെലഞ്ചീന. അതാണ് നമ്മുടെ കൾട്ടിവേറ്റഡ്, നമ്മുടെ എഡിബിൾ ബ്രിഞ്ചോൾ എന്ന് പറയുന്നത്. ഇത് സൊളാനത്തിന്റെ സ്പീഷീസ് ആയിട്ടുള്ള സൊളാനം ടോറം. ദാറ്റ് ഈസ് എന്താണ്? റെസിസ്റ്റന്റ് റൂട്ട് സ്റ്റോക്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അഗെയിൻസ്റ്റ് ഫിസേറിയം വിൽറ്റ് ആൻഡ് ബാക്ടീരിയൽ വിൽറ്റ്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്, അത് ഓർത്ത് വെക്കുക. അടുത്തതായിട്ട്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബ്രിഞ്ചോൾ വെറൈറ്റീസ് ആർ റെസിസ്റ്റന്റ് ടു ബാക്ടീരിയൽ വിൽറ്റ്? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ്. ബാക്ടീരിയൽ വിൽറ്റ് ഏത് വെറൈറ്റിയാണ് ഇതിനകത്ത് റെസിസ്റ്റന്റ് ആയിട്ടുള്ളത്? All of them. ഓൾ ഓഫ് ദീസ് പറയുന്ന ഒരാള് മറ്റാരോ എന്തെങ്കിലും പറഞ്ഞു? വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? എല്ലാവരും ഓൾ ഓഫ് ദീസ് ആണോ പറയുന്നത്? നമുക്ക് നോക്കാം. യെസ്, അതായത് സൂര്യ, ശ്വേത, ഹരിത. ഇത് കൂടാതെ ഇനി 2 വെറൈറ്റീസ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? സൂര്യ, ശ്വേത, ഹരിത. Nilima. Nilima. പിന്നെ ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. എന്തോ? Punni. Punni. യെസ്, സൂര്യ, ശ്വേത, ഹരിത, നീലിമ, പൊന്നി. ഇത്രയുമാണ് ബ്രിഞ്ചോളിലെ ബാക്ടീരിയൽ വിൽറ്റ് റെസിസ്റ്റന്റ് വെറൈറ്റീസ്. ഇതിനകത്ത് നീലിമയുടെ പ്രത്യേകത എന്താണ്? Hybrid. ഹൈബ്രിഡ്. ഫസ്റ്റ് F1 ഹൈബ്രിഡ് ആണ്. അപ്പം ഒരു എക്സാമിന് ഞാൻ ആ ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടില്ല. ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്രിഞ്ചോളിലെ ബാക്ടീരിയൽ വിൽറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള F1 ഹൈബ്രിഡ് ഏതാണെന്നുള്ളത്. സോ ആൻസർ ഇസ് നീലിമ. ഓക്കെ, അപ്പൊ അതിനകത്ത് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. സൂര്യയും, ശ്വേതയും, ഹരിതയും എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിലും അവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് F1 ഹൈബ്രിഡ് ദാറ്റ് ഈസ് റെസിസ്റ്റന്റ് ടു ബാക്ടീരിയൽ വിൽറ്റ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഇസ് നീലിമ. ഓക്കെ, അത് ഓർത്ത് വെക്കുക. അടുത്തത് കുറച്ച് ക്രോപ്സും അതിന്റെ സയന്റിഫിക് നെയിമും തമ്മിലുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. നോക്കിക്കേ, എല്ലാ ക്രോപ്സിന്റെയും സയന്റിഫിക് നെയിമും അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് ഓപ്ഷനാണ്? നന്നായിട്ട് നോക്കിയിട്ട് ഏത് ഓപ്ഷനാന്ന് പറഞ്ഞു. എ പറയുന്നുണ്ട് ഒരാൾ. എല്ലാവരും എ ആണോ പറയുന്നത്? വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല, എല്ലാവരും എ ആണെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് ആൻസർ നോക്കാം. യെസ്, ആൻസർ ഈസ് എ. അപ്പൊ ഒന്ന് പറഞ്ഞേ, ഒക്രയുടെ സയന്റിഫിക് നെയിം എന്തായിരുന്നു? Abelmosis esculentus. എസ്കുലൻഡസ്. ഫാമിലി ഏതാണ്? മാൾവേസിയേ. ഓക്കെ, ബിറ്റർ ഗോഡിന്റെ സയന്റിഫിക് നെയിം പറഞ്ഞു. ഹൊമോറിഡിക്ക ചെറൻഷ്യ. ഫാമിലി എല്ലാവർക്കും ഒരേ കുക്കുർബിറ്റേസിയ. സ്നേക് ഗോഡ് Phytosanthus anguina. Then bottle gourd Lagineria cicereria. Cucumber Cucumis sativus. ഏകദേശം കുറച്ച് ക്രോപ്സിന്റെ ആയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ എല്ലാ ക്രോപ്സിന്റെയും കോമൺ നെയിം, അതായത് സയന്റിഫിക് നെയിം, കോമൺ നെയിം അറിഞ്ഞിരിക്കാം. അടുത്തത് സീഡ്രേറ്റും ആയിട്ടുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഇത് നോക്കിയിട്ട് ആൻസർ പറഞ്ഞേ, ഏത് ഓപ്ഷൻ ആണെന്ന് നോക്കിയും. Option B. ഓപ്ഷൻ ബി പറയുന്നുണ്ട്. ഓപ്ഷൻ ബി ആണോ പറഞ്ഞത്? ബി ആണോ പറഞ്ഞത്? ബി. ഓപ്ഷൻ ബി പറയുന്നുണ്ട്. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഇസ് ആക്ച്വലി ഏതാണ്? അമരാന്തസിന്റെ എത്രയാണ്? ഓപ്ഷൻ ബി ആണോ നേരത്തെ പറഞ്ഞത്? അമരാന്തസിന്റെ സീഡ് റേറ്റ് എത്രയാ? 1.5 to 2 kg അല്ലേ? സ്നേക് ഗോഡ് ആണ്
എന്ത് പറ്റി? എനിക്ക് തെറ്റിപ്പോയതാണോ? അമറാന്തസിന്റെ സീഡ് റേറ്റ് എത്രയാണ് നമുക്ക് പറയുന്നത്? 1.5 മുതൽ 2 കിലോഗ്രാം ആണെന്നാണ് എന്റെ ഒരു അറിവില്. അതുപോലെ തന്നെ സ്നേക്ക് ഗോഡ് 3 to 4, 3 ബിറ്റർ ഗോഡ് 5 to 6. അടുത്ത 4-മത്തേത് കുക്കുംബർ. കുക്കുംബർ പോയിന്റ് നേരത്തെ നമ്മൾ കണ്ടേ കുക്കുംബറിന്റെ സീഡ് റേറ്റ് സ്പേസിംഗ് 0.5 to 0.75 ആയിരുന്നു. വാട്ടർമെലൺ എന്ന് പറയുന്നത് 1 to 1.5. എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നോ? അമറാന്തസിന്റെ കൺഫ്യൂഷൻ വന്നോ? കൺഫ്യൂഷൻ വന്നോ എന്തേലും? ഹലോ, പോയാ? എന്ത് പറ്റി? നേരത്തെ ബി പറഞ്ഞ ആൾക്ക് ഒന്നാമത്തെ തരി, അതായത് 1 to 1.5 അല്ല, 1.5 1.5 തൊട്ട് 2 കിലോഗ്രാം പെർ ഹെക്ടർ ആണ് നമുക്ക് നമ്മുടെ POP പ്രകാരം അമരാന്തസിന്റെ സീഡ് റേറ്റ്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇതുപോലെ സീഡ് റേറ്റ് ചെറിയ ചെറിയ വാല്യൂസ് ആയിരിക്കും. 1 to 1.5, 1.32. എപ്പോഴും നമ്മൾ സീഡ് റേറ്റ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മുടെ POP തന്നെ പഠിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് വേറെ ടെക്സ്റ്റ് ബുക്കോ വേറെ സൈറ്റുകളിലോ ഒക്കെ ചിലപ്പോൾ വേറെ സീഡ് റേറ്റ് ഒക്കെ കാണും. നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ ചലഞ്ച് ചെയ്യാനും ഒക്കെ നമുക്ക് എളുപ്പം, അല്ലെങ്കിൽ നമുക്ക് എന്ന് പറയുന്നത് നമ്മുടെ POPയിലെ സീഡ് റേറ്റ് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ സീഡ് റേറ്റ് എല്ലാത്തിന്റെയും ഞാൻ നേരത്തെ പറഞ്ഞത് ടേബിൾ ആക്കി തന്നെ പഠിക്കാം. ഒരുപോലെ സീഡ് റേറ്റ് വരുന്നതൊക്കെ ഉണ്ട്. അപ്പൊ അതങ്ങനെ നമുക്ക് ഒരുമിച്ചൊക്കെ നോക്കി പഠിക്കാം. അടുത്തത് നേരത്തെ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ബ്ലോസം എൻഡ് റോട്ട് ഓഫ് ടൊമാറ്റോ ഈസ് ഡ്യൂ ടു ദി ഡെഫിഷ്യൻസി ഓഫ്. എന്തിന്റെ ഡെഫിഷ്യൻസിയാണ്? കാൽഷ്യം. കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്നതാണ്. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബോറോണിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ടൊമാറ്റോയിൽ എന്താ സംഭവിക്കുന്നത്? ബോറോൺ പൊതുവെ കുറഞ്ഞാൽ എന്താ ഫ്രൂട്ട്സിലൊക്കെ സംഭവിക്കുന്നത്? ഫ്രൂട്ട് ക്രാക്കിംഗ്. ഫ്രൂട്ടിന് ക്രാക്കിംഗ് ഉണ്ടാവുന്നു. അത് റേഡിയൽ ക്രാക്കിംഗും കോൺസെൻട്രിക് ക്രാക്കിംഗ്. അതായത് 2 ക്രാക്കിംഗ് നമുക്ക് ടൊമാറ്റോയിൽ നമ്മൾ പറയുന്നത്. റേഡിയലിയും റൗണ്ട് ആയിട്ട്, കോൺസെൻട്രിക് റിങ്സ് ആയിട്ട് ക്രാക്ക് ചെയ്യുന്നു. ഓക്കെ, ഏതാണേലും ബോറോൺ ഡെഫിഷ്യൻസി ആണ്. അടുത്ത ഒരു ഫിസിയോളജിക്കൽ ഡിസോർഡർ ആണ് ഗോൾഡ് ഫ്ലെക്ക് ഇൻ ടൊമാറ്റോ ഈസ് ഡ്യൂ ടു. എന്തുകൊണ്ടാണ് ഗോൾഡ് ഫ്ലെക്ക് ഉണ്ടാവുന്നത്? Deposition of Deposition calcium of oxalate. calcium oxalate. ഡിപ്പോസിഷൻ ഓഫ് കാൽസ്യം ഓക്സലേറ്റ്. യെസ്, ഡിപ്പോസിഷൻ ഓഫ് കാൽസ്യം ഓക്സലേറ്റ് കറക്റ്റ് ആൻസർ ആണ്. അത് കാരണമാണ് ഗോൾഡ് ഫ്ലെക്സ് ചെറിയ ചെറിയ മഞ്ഞ കുത്തുകൾ പോലെ ഗോൾഡ് ഫ്ലെക്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ നോക്കിയേ, എംബ്രിയോ അബോർഷൻ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. അതെ, അതുകൊണ്ട് ഉണ്ടാവുന്ന ഫിസിയോളജിക്കൽ ഡിസോർഡർ ഏതാണ്? Distortion. ഡിസ്റ്റോർഷൻ. Cat face. കാറ്റ് ഫേസ് എന്നൊരാൾ പറയുന്നത്. വേറെ എന്തെങ്കിലും ഉണ്ടോ? Puffing. പഫിനെസ്. അതായത് നമ്മൾ ഫ്രൂട്ട് തുറന്നു നോക്കുമ്പോൾ എന്ത്, അതിനകത്ത് സീഡ് ഒന്നും ഡെവലപ്പ് ചെയ്യാതെ ഫുൾ ഹോളോ ആയിട്ട് തന്നെ ഇരിക്കുന്നത്, അതിനെയാണ് നമ്മൾ പഫിനെസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഈ പറയുന്ന എംബ്രിയോ അബോർഷൻ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ കൊണ്ടുണ്ടാകുന്നത്. കാറ്റ് ഫേസ് എന്ന് പറഞ്ഞ ഫ്രൂട്ട് ഒരു ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നത്. അത് ഈ പറയുന്ന ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷനും മറ്റു പല കാരണങ്ങളും ന്യൂട്രിയന്റ് ഇംബാലൻസ് കൊണ്ടൊക്കെ ഉണ്ടാകുന്നത് കാറ്റ് ഫേസ് ഉണ്ടാകുന്നത്. അടുത്ത ഓപ്ഷൻ സിയിൽ കൊടുത്തിരിക്കുന്ന ഡ്യൂ ടു എക്സ്ട്രീം ഹീറ്റ്. ഓവറായിട്ട് ഹീറ്റ് വരുമ്പോൾ പൊള്ളിയ പോലുള്ള പാടുകൾ ഡെവലപ്പ് ചെയ്യും, ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാവും ഓൺ ദ സർഫസ് ഓഫ് ടൊമാറ്റോ ഫ്രൂട്ട്സ്. അതിന് പറയുന്ന പേരെന്തായിരുന്നു? അത് ഉണ്ട്, അതുപോലെ സൺസ്കാൽഡ് എന്ന് പറയും. സൺസ്കാൽഡ്. ഓക്കെ, കാൽസ്യം ഡെഫിഷ്യൻസി ഓൾറെഡി നമ്മളിപ്പം ഡിസ്കസ് ചെയ്തു. ബ്ലോസം എൻഡ് റോട്ട്. അപ്പം ടൊമാറ്റോയിൽ അത്യാവശ്യം കുറച്ച് പേരുകൾ ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സിന്റെ ഉണ്ട്. ആ ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക, അത് എന്തുകൊണ്ട് ഉണ്ടാവുന്നത് അറിഞ്ഞിരിക്കുക, അതിന്റെ കോസും അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത് മാറിപ്പോരുത്. അടുത്തത് വീണ്ടും കുറച്ച് നമ്മുടെ മൈനർ വെജിറ്റബിൾസ് ആണ്. POPയുടെ ലാസ്റ്റ് ആയിട്ട് കുറച്ച് മൈനർ വെജിറ്റബിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് അതിന്റെ കോമൺ നെയിം, സയന്റിഫിക് നെയിം, അതുപോലെ വെറൈറ്റീസ്, അത്തരത്തിലുള്ള ആസ്പെക്ട്സ് ഒക്കെയാണ്. അപ്പൊ അതിന്റെ കുറച്ച് കോമൺ നെയിം, കാരണം ഈ പറയുന്ന മൈനർ വെജിറ്റബിളിന്റെ സയന്റിഫിക് നെയിം നമുക്ക് ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഒരു PSC എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒന്ന് ക്രോസ് ചെയ്തേ, മാച്ച് ചെയ്തേ. ഓപ്ഷൻ എ ഒരാൾ പറയുന്നുണ്ട്. വേറെ എന്തെങ്കിലും പറഞ്ഞോ? സി പറയുന്നുണ്ട്. സി ആണോ പറഞ്ഞത്? മാം ഓപ്ഷൻ എയും ബിയും സെയിം ആണ് മാം. ഓപ്ഷൻ എയും ബിയും സെയിം ആണോ? ഒറ്റ സെക്കൻഡ്. ഓപ്ഷൻ എയും ബിയും ആണോ ഉദ്ദേശിച്ചത്? എ ആൻഡ് ബി. ഓക്കെ. സോറി, അത് സെയിം ആണ്. അപ്പം ഏതാണ് പറയുന്നത്? ബി തന്നെയാണോ പറയുന്നത്? ഒന്ന് സയന്റിഫിക് നെയിംസ് പറഞ്ഞേ. ചെക്കുർമാണസിന്റെ സയന്റിഫിക് നെയിം എന്താ? സോറോപ്പസ് ആൻഡ്രോഗൈനസ്. ഫാമിലി ഏതാണ്? യൂഫോർബിയേസി ഫാമിലി. ഓക്കെ. ഇന്ത്യൻ സ്പിനാച്ചിന്റെ സയന്റിഫിക് നെയിം?
ബെസില്ല സ്പീഷീസ്. ബെസില്ല സ്പീഷീസിൽ 2 തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാ 2 കളർ വരുന്നത് അറിയാമോ? ഗ്രീൻ റെഡ്. ഗ്രീനും അതുപോലെ തന്നെ റെഡും വരുന്നത്. അപ്പം ബെസെല്ല ആൽബയാണ് ഗ്രീൻ വരുന്നത്. റെഡ് വരുന്നതിന് ബെസെല്ല റൂബ്രയാണ്. ബെസെല്ല ആൽബയും ബെസെല്ല റൂബ്രയും. ബെസെല്ല സ്പീഷീസ് നമുക്ക് പ്യൂപ്പിൽ കൊടുത്തിട്ടുള്ളത്. കറി ലീഫിന്റെ സയന്റിഫിക് നെയിം മുറയ്യ കുയിനി. ഫാമിലി ഓഫ് കറി ലീഫ് ഏതാണ്? സിട്രസിന്റെ ഒക്കെ ഫാമിലിയാണ്. റൂട്ടേസി ഫാമിലി. എന്താണ് പ്രൊപ്പഗേഷൻ എങ്ങനെയാണ് കറി ലീഫിൻ്റെത്? എന്ത് സക്കേഴ്സ്? റൂട്ട്സ് ആണ് നമ്മൾ എടുക്കുന്നത്. അടുത്തത് ജാക്ക് ബീനും സോഡ് ബീനും. അത് തമ്മിലുള്ള ഡിഫറൻസ് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ജാക്ക് ബീന്റെ സയന്റിഫിക് നെയിം കനവേലിയ എൻസിഫോമിസ്. സോഡ് ബീൻ കനവേലിയ ഗ്ലാഡിയേറ്റർ. ഓക്കെ, ഞാൻ ഓപ്ഷൻ ചേഞ്ച് ചെയ്തേക്കാം. അപ്പം ചെക്കുറുമാണി സോറോക്കസ് ആൻഡ്രോഗൈനസ്, ഇന്ത്യൻ സ്പിനാച്ച് ബെസെല്ല സ്പീഷീസ്, കറി ലീഫ് മുറയ്യ കുയിനി, ജാക്ക് ബീൻ കനവേലിയ എൻസിഫോമിസ്, സോഡ് ബീൻ കനവേലിയ ഗ്ലാഡിയേറ്റർ. ഇത് കൂടാതെ ഇനി നമുക്ക് മൈനർ വെജിറ്റബിൾസിന്റെ ആ ഒരു കാറ്റഗറിയിൽ തിയോഫിയിലേക്ക് അവസാനമായിട്ട് ഐവി ഗോഡ്, റിഡ്ജ് ഗോഡ്, ലൊളിക്കോസ് ബീൻ, അതുപോലെ നമ്മുടെ വാട്ടർ ലീഫും ക്യാപ്സിക്കം, അങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെയും കൂടെ കോമൺ നെയിമും സയന്റിഫിക് നെയിമും എല്ലാവരും അറിഞ്ഞിരിക്കാം. അപ്പൊ ഈ ഒരു ആസ്പെക്ട്സിന് എപ്പോഴും ഈ പറയുന്ന സയന്റിഫിക് നെയിം ആസ്പെക്ട്സിലൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് ഒരു PSC എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ്, ചില്ലി വെറൈറ്റി വെള്ളായണി സമൃദ്ധി ബിലോങ്സ് ടു ദ സ്പീഷീസ്. ഏത് സ്പീഷീസിനാണ്? വെള്ളായണി സമൃദ്ധി. ചില്ലിയിൽ നമുക്ക് കൾട്ടിവേറ്റ് ആയിട്ടുള്ള 5 സ്പീഷീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? കാപ്സിക്കം ഫ്രൂട്ടൻസ്. ഇതിന്റെ ആൻസർ ആണോ പറഞ്ഞത്? ഇതിന്റെ ആൻസർ ക്യാപ്സിക്കം ഫ്രൂട്ടിസെൻസ്. ഏതൊക്കെയാണ് ചില്ലിയിലെ കൾട്ടിവേറ്റഡ് ആയിട്ടുള്ള 5 സ്പീഷീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഏതൊക്കെയാ? നമ്മുടെ കോമൺ ആയിട്ട് പറയുന്നത് ക്യാപ്സിക്കം ചൈനൻസിസ്. ക്യാപ്സിക്കം ആണ് നമ്മുടെ സാധാ മുളക്. ക്യാപ്സിക്കം ചൈനൻസ് എന്ന് പറയുന്നത് നമ്മുടെ മാലിമുളക്. ക്യാപ്സിക്കം ചൈനൻസ്. ദെൻ ക്യാപ്സിക്കം ഫ്രൂട്ടിസെൻസ്, അതായത് വെള്ളായണി സമൃദ്ധി വരുന്ന കാന്താരി മുളക്. ഇത് കൂടാണ്ട് 2 എണ്ണങ്ങൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ഒന്ന് നമ്മുടെ ഓപ്ഷൻ എയിൽ കൊടുത്തിരിക്കുന്ന ക്യാപ്സിക്കം പ്യൂബിസെൻസ്. ഇതൊക്കെ കൂടാണ്ട് ഒരെണ്ണം കൂടി ഉണ്ട്. ഇനി ഏതായിരുന്നു? ക്യാപ്സിക്കം ബക്കേറ്റം. അപ്പം ചില്ലിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 കൾട്ടിവേറ്റഡ് സ്പീഷീസ് ഉണ്ട്. അതിന്റെ ആ സ്പീഷീസിന്റെ പേര് ഓർത്തിട്ട് ഒന്ന് ക്യാപ്സിക്കം ആനം, ക്യാപ്സിക്കം ചൈനൻസ്, ക്യാപ്സിക്കം ഫ്രൂട്ടിസെൻസ്, ക്യാപ്സിക്കം പ്യൂബിസെൻസ് ആൻഡ് ക്യാപ്സിക്കം ബക്കേറ്റ്. അപ്പൊ നമുക്ക് വെറൈറ്റി ആസ്പെക്ട്സിലേക്ക് വരുമ്പോൾ ചില്ലിയിലുള്ള സാധാരണ, അതായത് അനുഗ്രഹ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വെറൈറ്റീസ് ഒക്കെ വരുന്നത് ക്യാപ്സിക്കം ആനം സ്പീഷീസിലാണ്. നമുക്ക് ഉണ്ടമുളക് അല്ലെങ്കിൽ മാലിമുളക് അതിൽ വരുന്ന നമ്മുടെ വെറൈറ്റിയാണ് വെള്ളായണി തേജസ് എന്ന് പറയുന്ന വെറൈറ്റി. ആ വെറൈറ്റി വരുന്ന സ്പീഷീസ് ആണ് ക്യാപ്സിക്കം ചൈനൻസ്. ഓക്കെ, ഇതിലൂടെ കാന്താരി മുളകിന്റെ വെറൈറ്റിയാണ് വെള്ളായണി സമൃദ്ധി. അതെന്താണ്? ക്യാപ്സിക്കം ഫ്രൂട്ടിസെൻസ്. വെള്ളായണി സമൃദ്ധിക്ക് ഒരു പ്രത്യേകത, ക്യാപ്സിക്കം ഫ്രൂട്ടിസെൻസിന്റെ പ്രത്യേകത എന്താണ്? വെദർ ഇറ്റ് ഇസ് ആൻ ആനുവൽ ഓർ പെരിണിയൽ. ആനുവൽ ആണോ പെരിണിയൽ ആണോ? പെരിണിയലാണ് കൊടുത്തിരിക്കുന്നത്. ക്യാപ്സിക്കം ആനം എന്ന് പറയുന്നത് നമ്മുടെ ആനുവൽ ഇതാണ്. ക്യാപ്സിക്കം ഫ്രൂട്ടിസെൻസ് അല്ലെങ്കിൽ വെള്ളായണി സമൃദ്ധി വരുന്നത് വിച്ച് ഇസ് പെരിണിയൽ ഇൻ നേച്ചർ. ഓക്കെ, അത് ഓർത്ത് വെക്കാം. അടുത്തത്, പഞ്ചൻസി ഓഫ് ഗാർലിക് ഈസ് ഡ്യൂ ടു. ഇത്തരത്തിലുള്ള ഏതാണ്? ഡൈഅലൈൽ ഡൈസൾഫൈഡ്. ഡൈഅലൈൽ ഡൈസൾഫൈഡ് എന്ന് പറയുന്നത്. യെസ്, ഡൈഅലൈൽ ഡൈസൾഫൈഡ്. അപ്പൊ നമ്മൾ ഇതുപോലെ സിമിലർ കൈൻഡ് ഓഫ് കുറച്ച് കെമിക്കൽസ്, ഇനി അലൈൽ പ്രൊപ്പൈൽ ഡൈസൾഫൈഡ് ഒക്കെ എവിടെ കണ്ടത്? ഒണിയനിൽ കണ്ടു. ഐസോതയോസൈനേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ക്രൂസിഫേഴ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. വേറെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചില എക്സാമിന് ചോദിക്കാറുണ്ട്. ഈ പറയുന്ന ഒണിയനും ഗാർലിക്കും ഒക്കെ സ്ഥിരം ഈ പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഒരു സംഭവമാണ്. അലൈൽ പ്രൊപ്പൈൽ ഡൈസൾഫൈഡും ഡൈഅലൈൽ ഡൈസൾഫൈഡും. ഓക്കെ, ഐസോതയോസൈനേറ്റ് എവിടെയായിരുന്നു? റാഡിഷിൽ ഉണ്ടായിരുന്നു. യെസ്, കറക്റ്റ് ആണ്, റാഡിഷിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള കെമിക്കൽസ് ഓർത്തിരിക്കുക. ഓക്കെ, നമ്മൾ നേരത്തെ ചില്ലിയിലെ പഞ്ചൻസി കണ്ടു. അതുപോലെ തന്നെ കളറിംഗ് പിഗ്മെന്റ്, ഇത്തരത്തിലുള്ള കെമിക്കൽ കോമ്പൗണ്ട്സ് അത് ഇമ്പോർട്ടന്റ് ആണ്, അത് ഓർത്തിരിക്കുക. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് എ മാൻ മെയ്ഡ് വെജിറ്റബിൾ. ഇതിനകത്ത് മാൻ മെയ്ഡ് വെജിറ്റബിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൂട്ടാബാഗ എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് റൂട്ടാബാഗ നമ്മൾ മാൻ മെയ്ഡ് വെജിറ്റബിൾ എന്ന് പറയുന്നത്? അത് എന്തൊക്കെ തന്നെ ക്രോസ് ചെയ്യുന്നതാണ്?
റൂട്ടാബാഗ് എന്തൊക്കെ തമ്മിൽ ക്രോസ് ചെയ്യുന്നതാണ്? റൂട്ടാബാഗ് മാൻ മെയ്ഡ് വെജിറ്റബിൾ ആണെന്ന് പറഞ്ഞു. എന്തൊക്കെ തമ്മിൽ ക്രോസ് ചെയ്യുന്നതാണ്? ക്യാബേജും ടർണിപ്പും, അതായത് വൈൽഡ് ക്യാബേജും ടർണിപ്പും തമ്മിൽ ക്രോസ് ചെയ്യുന്ന ഒരു സങ്കര ഇനമാണ് റൂട്ടാബാഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ദാറ്റ് ഇസ് എ മാൻ മെയ്ഡ് വെജിറ്റബിൾ. ഓക്കെ, ഒരു വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ബ്രാസിക്ക നേപ്പസ് എന്ന് പറയും. നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് വെജിറ്റബിൾസ് ഇതിന്റെ ഒക്കെ സയന്റിഫിക് നെയിംസ് കണ്ടതാണ്. ഓക്കെ, പോളിഗൊണേസിയ ഫാമിലിയിലാണ് റൂട്ടാബാഗ് വരുന്നത്. Then പർബാനി ക്രാന്തി ഈസ് എ വെറൈറ്റി. എന്തിന്റെ വെറൈറ്റിയാണ് പർബാനി ക്രാന്തി? ടൊമാറ്റോ ആണോ, ഒക്രയാണോ, സ്വീറ്റ് പൊട്ടറ്റോ ആണോ, ബ്രിഞ്ചോൾ ആണോ? എന്തിന്റെ വെറൈറ്റിയാ പർബാനി ക്രാന്തി എന്ന് പറയുന്നത്? ഒക്ര വെറൈറ്റി ആണെന്ന് പറഞ്ഞു. നമുക്ക് POP-യിലൊക്കെ പറയുന്ന വെറൈറ്റി തന്നെയാണ്. അപ്പൊ ഏത് ഒക്രയുടെ എന്ത് പ്രത്യേകത അതിനുള്ളത്? പർബാനി ക്രാന്തിക്ക് അത് ഒക്രയിലെ മേജർ ആയിട്ടുള്ള ഒരു ഡിസീസ് ഉണ്ടല്ലോ. എന്താ ഒക്രയിലെ മേജർ യെല്ലോ വെയിൻ മൊസൈക്ക് വൈറസ് അതിന് റെസിസ്റ്റന്റ് ആണ് പർബാനി ക്രാന്തി. ദാറ്റ് ഇസ് എ വെറൈറ്റി ഓഫ് ഒക്ര. ഓക്കെ, അടുത്തത് പോസ്റ്റ് ഹാർവസ്റ്റ് സ്പ്രേ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഡൺ ടു റെഡ്യൂസ് സ്റ്റോറേജ് ലോസ് ഓഫ് ഓയിൽ? ഏത് സ്പ്രേ നമ്മൾ പ്രീ ഹാർവസ്റ്റ്? മാലിക് ഹൈഡ്രോസൈഡ്, ദാറ്റ് ഈസ് MH, മാലിക് ഹൈഡ്രോസൈഡ്. അപ്പം നമ്മുടെ ഓണിയൻ അല്ലെങ്കിൽ പൊട്ടറ്റോയിലൊക്കെ ഈ പറയുന്ന നമ്മുടെ ഒരു ഗ്രോത്ത് റിട്ടാർഡന്റ് ആയിട്ട്, അതായത് നമ്മുടെ സ്പ്രൗട്ടിംഗ് ഉണ്ടാവുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രീ ഹാർവസ്റ്റ് സ്പ്രേ കൊടുക്കാം. പ്രീ ആസ് വെൽ ആസ് പോസ്റ്റ് ഹാർവസ്റ്റ് സ്പ്രേ നമ്മൾ കൊടുക്കാറുണ്ട്. ആ കെമിക്കൽ ഇമ്പോർട്ടന്റ് ആണ്, മാലിക് ഹൈഡ്രോസൈഡ്. ഇത് ചില എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അടുത്തത് നമ്മൾ ടൈപ്പ് ഓഫ് വെജിറ്റബിൾ ഗാർഡൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് ഏൻഷ്യൻ ടൈപ്പ് ഓഫ് വെജിറ്റബിൾ ഗാർഡൻ ഏതാണ്? കിച്ചൺ ഗാർഡൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കിച്ചൺ ഗാർഡൻ അല്ലെങ്കിൽ ഹോം ഗാർഡൻ അല്ലെങ്കിൽ ന്യൂട്രീഷണൽ ഗാർഡൻ എന്ന് പറയും. എല്ലാം സെയിം തന്നെയാണ്. പിന്നെ അത് കൂടാതെ നമ്മൾ മാർക്കറ്റ് ഗാർഡൻ, ട്രക്ക് ഗാർഡൻ, ഫ്ലോട്ടിംഗ് ഗാർഡൻ ഏതിനകത്ത് വരുന്നതാണ് നമ്മൾ. അത് കഴിഞ്ഞിട്ട് ഗാർഡൻ ഫോർ വെജിറ്റബിൾ സീഡ് പ്രൊഡക്ഷൻ, ഗാർഡൻ ഫോർ വെജിറ്റബിൾ ഫ്രൂട്ട്സിങ്, അങ്ങനെ ഓരോരോ വെജിറ്റബിൾ പ്രോസസ്സിങ്, അങ്ങനെ നമ്മൾ ഓരോരോ ടൈപ്പ് ഓഫ് വെജിറ്റബിൾ ഗാർഡൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇമ്പോർട്ടന്റ് ആണ്, അത് ഓരോന്ന് ഓർത്തിരിക്കാം. അതിനകത്ത് മോസ്റ്റ് ഏൻഷ്യൻ ടൈപ്പ് ഓഫ് വെജിറ്റബിൾ ഗാർഡൻ ദാറ്റ് ഇസ് കിച്ചൺ ഗാർഡൻ. ഓക്കെ, അടുത്തത് ഡയറക്റ്റ് സീഡഡ് വെജിറ്റബിൾ. നമ്മൾ സോ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഡയറക്റ്റ് സോൺ എന്നും അതുപോലെ തന്നെ ട്രാൻസ്പ്ലാന്റഡ് വെജിറ്റബിൾ എന്നും ക്ലാസിഫൈ ചെയ്യും. ഇതിനകത്ത് ഡയറക്റ്റ് സീഡഡ് വെജിറ്റബിൾ ഏതാണ്? ഒക്ര എന്ന് പറയുന്നുണ്ട്. നോക്കാം. യെസ്, ഒക്ര. ഓൾ അതർ എന്താണ്? ഓൾ അതർ വെജിറ്റബിൾസ് ആർ ടൊമാറ്റോയും ചില്ലിയും ബ്രിഞ്ചോളും ഒക്കെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതാണ്. നമ്മൾ സീഡ് പ്രോട്ടോയിലോ അല്ലെങ്കിൽ നഴ്സറിയിലോ പോയിട്ട് 1 month ഓൾഡ് സീഡ്ലിങ്സിനെ നമ്മൾ മെയിൻ ഫീൽഡിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഒക്ര എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് സോൺ ക്രോപ്പ് ആണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ട്. ബേസ്ഡ് ഓൺ സോയിങ് പാറ്റേൺ, ഡയറക്റ്റ് സീഡ്, ഡയറക്റ്റ് സോൺ ആസ് വെൽ ആസ് ട്രാൻസ്പ്ലാന്റ്. ആ വെജിറ്റബിൾസിന്റെ ക്ലാസിഫിക്കേഷൻ ഓർത്തിരിക്കുക. വേറെ ഏതൊക്കെ നമുക്ക് ഡയറക്റ്റ് സോൺ ചെയ്യാൻ പറ്റും? ഒക്ര ചെയ്യാൻ പറ്റും. പിന്നെ അമരാന്തസ് ചെയ്യാം. നമ്മുടെ കുക്കുർ ബിറ്റ്സ് എല്ലാം ഓൾമോസ്റ്റ് നമ്മൾ ഡയറക്റ്റ് സോൺ ചെയ്യുന്നതാണ്. നമുക്ക് നമ്മുടെ പയർ, കൗപ്പി നമുക്ക് ഡയറക്റ്റ് സോൺ ചെയ്യാം. അടുത്തത് ഡാഷ് ഈസ് പെരിണിയൽ ഇൻ നേച്ചർ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഏതാണ് പെരിണിയൽ ഇൻ നേച്ചർ? ഫ്രൂട്ടൻസ് എന്നല്ല കേട്ടോ, ക്യാപ്സിക്കം, ഫ്രൂട്ടിസൻസ്. അതായത് നമ്മുടെ കാന്താരി വരുന്ന വിഭാഗം ക്യാപ്സിക്കം, ഫ്രൂട്ടിസൻസ്. നമ്മുടെ വീട്ടിലൊക്കെ കാന്താരി മുളക് തിന്നു കഴിഞ്ഞാൽ നമുക്ക് കുറെ നാളത് നിൽക്കുന്ന നമുക്ക് മനസ്സിലാക്കാം. ദാറ്റ് ഇസ് പെരിണിയൽ ഇൻ നേച്ചർ ആണ് ക്യാപ്സിക്കം, ഫ്രൂട്ടിസൻസ്. ഓക്കെ, അടുത്തത് ലൈക്കോപ്പീൻ ഈസ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ്സ് അറ്റ് വാട്ട് ടെമ്പറേച്ചർ? 27 ഒരാൾ പറഞ്ഞു, ഒരാൾ 40 പറഞ്ഞു. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഏതാണ് ആൻസർ? കറക്റ്റ് എന്ന് പറയൂ. ഏത് ആൻസർ? ഓപ്ഷൻ സി ഒരാൾ പറയുന്നത്. ദാറ്റ് ഇസ് 40 ഡിഗ്രി സെൽഷ്യസ്. ദാറ്റ് ഇസ് ദ കറക്റ്റ് ആൻസർ. അതായത് നമുക്ക് ടൊമാറ്റോയിൽ കുറെ അധികം കാര്യങ്ങൾ ടെമ്പറേച്ചർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് ലൈക്ക് പിഗ്മെന്റിന്റെ കളർ, അതായത് ഫ്രൂട്ടിന്റെ കളർ ഡെവലപ്പ് ചെയ്യുന്നു, പിഗ്മെന്റിന്റെ ഫോർമേഷനും അതുപോലെ തന്നെ ഫ്ലവർ ഫോർമേഷനും പ്രോപ്പർ ആയിട്ട് ഫ്രൂട്ട് സെറ്റ് ചെയ്യുന്നതിനൊക്കെ ടെമ്പറേച്ചർ നല്ലൊരു റോൾ വഹിക്കുന്നുണ്ട്. അതിനകത്തൊരു കാര്യമാണ് ലൈക്കോപ്പീൻ. പ്രോപ്പർ ആയിട്ടുള്ള ലൈക്കോപ്പീന്റെ ഓപ്റ്റിമം ടെമ്പറേച്ചർ എത്ര? ലൈക്കോപ്പീൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്റ്റിമം ടെമ്പറേച്ചർ എത്രയാണ്? ഈ ഓപ്ഷനിൽ തന്നെ ഉണ്ട്. 21 to 24 ഡിഗ്രി സെൽഷ്യസ് ആണ് ഓപ്റ്റിമം ടെമ്പറേച്ചർ. അപ്പം ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഈ പറയുന്ന ലൈക്കോപ്പീന്റെ
പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. എബോവ് 40°C 38 എബോവ് ഒക്കെ ആയി കഴിഞ്ഞാൽ 40 എന്ന് പറയുന്നത് 40°C എത്തിക്കഴിഞ്ഞാൽ ലൈക്കോപ്പിൻ കംപ്ലീറ്റ്ലി നശിച്ചു, അതിന്റെ ഘടന കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സോ ആൻസർ ഇസ് 40°C. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് KAU വൈഗ ഇസ് എ വെറൈറ്റി ഓഫ്, എന്തിന്റെ വെറൈറ്റി KAU വൈഗ? അമരാന്തസിൽ ഒരു റീസെന്റ് റിലീസ്ഡ് വെറൈറ്റി ആണ് KAU വൈഗ എന്ന് പറയുന്നത്. അത് ഓർത്ത് വെക്കാം. ഇത്തരത്തിൽ നമുക്ക് കുറെ അധികം നമ്മുടെ പഴയ POPയിൽ നിന്ന് പുതിയ POP എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് വെറൈറ്റീസ് KAU വൈഗയുണ്ട്, KRH ഉണ്ട്, KAU നിത്യ, പിന്നെ KAU സുരുചി, അങ്ങനെ കുറെ അധികം വെറൈറ്റീസ്, വിശാൽ, അങ്ങനെ കുറച്ച് വെറൈറ്റീസ് പുതുതായിട്ട് നമുക്ക് ഓരോ ക്രോപ്സിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പുതിയ വെറൈറ്റീസ് ഒക്കെ നോക്കി വെക്കുക, ഏത് ക്രോപ്പിന്റെ വെറൈറ്റി ആണെന്ന് പറഞ്ഞിരിക്കുക. KAU വൈഗ അമരാന്തസിന്റെ വെറൈറ്റിയാണ്. അടുത്തത് നോൺ ബൾബ് ഫോമിംഗ് പ്ലാന്റ് ഓഫ് ഒണിയൻ ഫാമിലി. ഒണിയൻ എന്ന് പറഞ്ഞാൽ ബൾബ് ക്രോപ്പ് ആണ്. അപ്പം ബൾബ് ക്രോപ്സിനകത്ത് നോൺ ബൾബ് ഫോമിംഗ് ഏതാണ്? ലീക്ക് പറയുന്നുണ്ട്. ഓപ്ഷൻ ഡി ലീക്ക്. അപ്പൊ അതാണ് നോൺ ബൾബ് ഫോമിംഗ്. ബൾബ് അല്ല ഫോം ചെയ്യുന്നത്. അപ്പം ലീക്കിന്റെ ഏത് ഭാഗം അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ എഡിബിൾ പോർഷൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഏത് ഭാഗമാണ്? ബൾബ് അല്ല, ബ്ലാഞ്ച്ഡ് സ്റ്റെം ആണ് നമ്മൾ ലീക്കിന് നമ്മൾ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഭാഗം. എഡിബിൾ പോർഷൻ ലീക്കിന്റെ ബ്ലാഞ്ച്ഡ് സ്റ്റെം ആണ്, നോട്ട് ബൾബ്. ഓക്കെ, ഓൾ അതർ ഷാലറ്റ്, ഓണിയൻ, ഗാർലിക് എന്നൊക്കെ പറഞ്ഞ ബൾബ് ഫോമിംഗ് ക്രോപ്സ് ആണ്. അടുത്തത് ഡെവലപ്മെന്റ് ഓഫ് സ്മോൾ കേർഡ്സ് ഇൻ യങ് പ്ലാന്റ്സ് ഓഫ് കോളിഫ്ലവർ ഈസ് കോൾഡ്. കോളിഫ്ലവറിൽ യങ് പ്ലാന്റ്സിൽ സ്മോൾ കേർഡ് ഡെവലപ്പ് ചെയ്യുന്നതിന് എന്താ പറയുന്നത്? ബട്ടണിങ്. യെസ്, ആൻസർ ഇസ് ബട്ടണിങ്. ദാറ്റ് ഇസ് ആ ഡെവലപ്മെന്റ് ഓഫ് സ്മോൾ ബട്ടൺസ്. ചെറിയ ബട്ടൺസ് ആയിട്ട് നമ്മുടെ കേർഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതിനാണ് ബട്ടണിങ് എന്ന് പറയുന്നത്. ബാക്കി നമ്മുടെ റെസിനസ്, ഫസിനസ്, വിക്റ്റിയൽ എന്നൊക്കെ പറയുന്നത് എല്ലാം നമ്മുടെ കോളിഫ്ലവറിൽ തന്നെ ഉണ്ടാവുന്ന പിന്നെ ബ്ലൈൻഡ്നെസ്, അങ്ങനെ കുറെ അധികം ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ട്, അത് നോക്കി വെക്കാം. അടുത്തതായിട്ട് VFPCK ഒന്ന് എക്സ്പാൻഡ് ചെയ്തേ. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളം. ഓപ്ഷൻ എ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. യെസ്, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളം, അതാണ് VFPCKയുടെ ഫുൾ ഫോം. അപ്പം നമുക്ക് വെജിറ്റബിൾ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. IIVR ഉണ്ട്. IIVRന്റെ ഫുൾ ഫോം എന്തായിരുന്നു? മറന്നുപോയോ? വെജിറ്റബിൾ റിസർച്ച്. അതെവിടെയായിരുന്നു? വാരാണസി. ഇനി നിങ്ങൾ വേൾഡ് വെജിറ്റബിൾ സെന്റർ എന്ന് കേട്ടിട്ടുണ്ടോ? അതെവിടെയാണെന്ന് അറിയാം? വേൾഡ് വെജിറ്റബിൾ സെന്റർ യെസ്, തായ്വാനിലാണ് വേൾഡ് വെജിറ്റബിൾ സെന്റർ. അതുകൂടി ഓർത്തിരിക്കുക. വേൾഡ് വെജിറ്റബിൾ സെന്റർ തായ്വാനിലാണ്. VFPCK വെജിറ്റബിൾ ആൻഡ് ഫുഡ് പ്രൊമോഷൻ കൗൺസിൽ കേരളം. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ? VFPCK കാക്കനാട്, കൊച്ചി കാക്കനാട്. ഓക്കെ. അപ്പം വേറെ ഡൗട്ട്സ് ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം.